രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. മധുവിന്റെ തേനിന്റെ ഗന്ധം, തേനിന്റെ മണം അത് നിറഞ്ഞ സുഗന്ധിയായിരിക്കുന്ന ആ കാനനങ്ങൾക്കുള്ളില് അല്ലയോ രാമ, നിന്നോടൊപ്പം സഹരംസേ ത്വയാ വീര, അല്ലയോ വീര, നിന്നോടൊപ്പം ഞാൻ ആനന്ദിക്കും, ആനന്ദിച്ച് സന്തോഷിച്ച് ആ കാടുകളിൽ വിഹരിക്കും. എങ്ങനെ ശുശ്രൂഷമാണാതെ നിയതം, എങ്ങനെയാ ആനന്ദിക്കുക? നിന്നെ നിരന്തരം ശുശ്രൂഷിച്ചുകൊണ്ട്, നിന്റെ സുഖസൗകര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് ഞാൻ പരിപാലിച്ചുകൊണ്ട്, അതേപോലെ തന്നെ നിയത, എന്റെ മനസ്സിനെ പരിപൂർണമായിട്ടും എന്റെ നിയന്ത്രണത്തിന് കീഴിൽ ഒതുക്കി നിർത്തിക്കൊണ്ട്, കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും അതേപോലെ തന്നെ അന്തരിന്ദ്രിയമായിരിക്കുന്ന മനോബുദ്ധി അഹങ്കാരാദികളെയും ഒക്കെ പൂർണമായും എന്റെ നിയന്ത്രണത്തിന് കീഴിൽ നിർത്തിക്കൊണ്ട് ബ്രഹ്മചാരിണിയായിട്ട്, ധർമ്മത്തിന്റെ മാർഗത്തിലൂടെയുള്ള ജീവിതമാണ് ബ്രഹ്മചര്യം. ധർമ്മത്തിന്റെ മാർഗത്തിലൂടെ ജീവിച്ചു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും അധ്യാത്മമായ മാർഗത്തിലൂടെ പുരോഗമിച്ചിട്ട് പരമാത്മാവിൽ എത്തിച്ചേരും. അതാണ് ഇതെല്ലാം ധർമ്മമാർഗം, അത് ബ്രഹ്മചര്യമാണ് എന്ന് പറയുന്നത്. ബ്രഹ്മത്തിലേക്ക് നമ്മെ നയിക്കുന്നതായിട്ടുള്ള ജീവിതക്രമമാണത്. അങ്ങനെ ശുശ്രൂഷമാണാതെ നിത്യം നിയത ബ്രഹ്മചാരിണി, എന്നെ ശുശ്രൂഷിച്ച ബ്രഹ്മചാരിണിയായിട്ട് അല്ലയോ രാമ, സഹരംസേ ത്വയാ വീര വനേഷു മധുഗന്ധേഷു. ആ അവസരത്തില് ഒരുപക്ഷെ നീ ചോദിച്ചേക്കാം, കാട്ടിലെ മൃഗങ്ങൾ ഉപദ്രവിക്കാൻ വരുമ്പോ നിനക്ക് ഭയം ഉണ്ടാവില്ലേ സീതയെന്ന്? അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട, എനിക്കൊരു ഭയം ഉണ്ടാവില്ല. ഒരു മൃഗവും ആക്രമിക്കാൻ വരില്ല. ആരാ എന്റെ കൂടെ ഉള്ളത്? ഈ ലോകത്തെ മുഴുവൻ തന്റെ ആജ്ഞയ്ക്ക് കീഴിൽ നിർത്താൻ കരുത്തനായ രാമനാണ് കൂടെയുള്ളത്. ത്രയംബകം ഭഞ്ജിച്ച രാമനാണ് കൂടെയുള്ളത്. ഭാർഗവനെ ജയിച്ച രാമനാണ് കൂടെയുള്ളത്. അല്ലയോ രാമ, തുംഹി കർത്തും വനേശക്തോ മമ സംപരിപാലനം. കാട്ടിനുള്ളില് എന്നെ ഭംഗിയായിട്ട് യാതൊരു വിപത്തും വരാതെ രക്ഷിക്കാൻ അല്ലയോ രാമ നീ കരുത്തനാണ്, എനിക്കറിയാം. അല്ലയോ രാമ, എന്നെ മാത്രമല്ല ഈ ലോകത്തിലുള്ള എല്ലാവരെയും രക്ഷിക്കാൻ നിനക്ക് ശേഷിയുണ്ട്. അങ്ങനെ ഇരിക്കവേ ഞാൻ എന്തിനാ ഭയക്കണം? എനിക്ക് യാതൊരു ഭയവുമില്ല. നീ ഉള്ളപ്പോഴേക്കും എന്റെ ജീവിതം ആനന്ദമയം. അതുകൊണ്ട് സാഹം ത്വയാ ഗമിഷ്യാമി വനം അദ്യന സംശയ. അതുകൊണ്ട് അല്ലയോ രാമ, ഞാനിതാ നിന്നോടൊപ്പം ഇപ്പൊ തന്നെ ഇതാ കാനനത്തിലേക്ക് പോവാണ്. കാനനത്തിലേക്ക് പോകട്ടോ എന്ന് ചോദിക്കുകയല്ല, ഇപ്പൊ ഇതാ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അച്ഛനമ്മമാരെ പഠിപ്പിച്ചു തന്നിരിക്കുന്നതായ ആ പത്നീധർമ്മം അത് പുരസ്കരിച്ചിട്ട് പറയാണ്, ഞാനിതാ അങ്ങയോടൊപ്പം കാട്ടിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ തന്നെ ഞാൻ അങ്ങയോടൊപ്പം കാട്ടിലേക്ക് പോകുന്നു. അല്ലയോ രാമ, നാഹം ശക്യ മഹാഭാഗ നിവർത്തയിതുമുദ്യത. തയ്യാറെടുത്ത് നിൽക്കുന്ന എന്നെ നിന്നോടൊപ്പം നിന്റെ നിഴലുപോലെ നിന്റെ മുന്നാലെ നടന്ന് നിനക്ക് സുഖകരമായ പന്ഥ ഒരുക്കാൻ, കല്ലും മുള്ളുമെല്ലാം ചവിട്ടി മതിച്ച് നിന്റെ ഈ വഴി അങ്ങേയറ്റം സുഖകരമാക്കി തീർക്കാൻ ഞാനിതാ പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. എന്നെ ഇതിൽ നിന്നിട്ട് പ്രതിബന്ധിച്ചിട്ട് സീതേ നീ വരണ്ട, നീ കൊട്ടാരത്തിൽ നിന്നാ മതി എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കാം എന്ന് നീ കരുതണ്ട. സാധ്യമല്ല. അല്ലയോ രാമ, എന്നെ പിന്തിരിപ്പിക്കാൻ സാധ്യമല്ല.
അല്ലയോ മഹാഭാഗ എന്ന് തന്നെ വിളിക്കാണ്. അങ്ങ് ഇത്രയും മഹനീയമായ പദവിയുള്ളയാളാണ്, കരുത്തുള്ളയാളാണ്. അതിനെ ഞാൻ ബഹുമാനിക്കുന്നു, അതിനെ ഞാൻ ആദരിക്കുന്നു, അതിനെ ഞാൻ സ്നേഹിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ സ്നേഹത്തിന്റെ ബലത്തിൽ അങ്ങയുടെ അർദ്ധാംഗിനിയാണ് ഞാൻ, ശരീരത്തിന്റെ നേരു പകുതിയാണ് ഞാൻ. അല്ലയോ രാമ, എന്നെ പിന്തിരിപ്പിക്കാൻ സാധ്യമേ അല്ല. സീത രാമനോട് പറയാണ്, അല്ലയോ രാമ, ഫലമൂലാസനാ നിത്യം ഭവിഷ്യാമിന സംശയ. ഞാൻ ഫലങ്ങളും കാട്ടിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള കാട്ടുമരങ്ങളിലെ പഴങ്ങളും അതേപോലെ കിഴങ്ങുകളും അത് ഞാൻ എന്നും ഭക്ഷിക്കും. എനിക്കത് മതി. അല്ലാതെ ഈ കൊട്ടാരത്തിൽ ലഭിക്കുന്നതായ മധുരമായ അന്നം വേണം എന്ന വിചാരം പോലും എനിക്കില്ല. എന്നിട്ട് അഗ്രതസ്ഥേ ഗമിഷ്യാമി, ഞാൻ അങ്ങയുടെ മുന്നാലെ നടക്കും. വീണ്ടും വീണ്ടും പറയാണ് സീത, എന്നെ പിന്തിരിപ്പിക്കാൻ പറ്റൂല. ഞാൻ അങ്ങയുടെ മുന്നാലെ നടക്കും. ഭോക്ഷ്യേ ഭുക്തവതിത്വയി, അങ്ങ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഭക്ഷണം കഴിക്കും. അങ്ങ് ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമേ ഞാൻ കഴിക്കൂ. അതിനു മുമ്പ് ഞാൻ ഭക്ഷണം കഴിക്കില്ല. അത് എന്റെ ധർമ്മമാണ്. അതുകൊണ്ട് അല്ലയോ രാമ, അങ്ങയോടൊപ്പം ഞാനിതാ കാനനത്തിലേക്കാണ്. ഇച്ഛാമി പരതശൈലാൻ പല്വലാനി സരാംസിജ ദ്രഷ്ടം സർവത്ര നിർഭീത ത്വയാ നാഥേന ധീമത. അല്ലയോ രാമ, എനിക്ക് ആ കാട് മുഴുവൻ കാണണം. നീ നാഥനായിട്ട് കൂടെയുണ്ട്. എനിക്ക് ഈ ലോകത്തിൽ ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. പേടി എന്നുള്ളത് എന്റെ ഹൃദയത്തിലില്ല. നാഥനായ നിന്നോടൊപ്പം എനിക്ക് അല്ലയോ രാമ കാനനങ്ങളുടെ ആ മനോഹാരിത കാണണം. അതൊക്കെ കാണാൻ ഞാൻ ഇച്ഛാമി, ഞാൻ ആഗ്രഹിക്കുന്നു. ശൈലങ്ങളെ, ആകാശത്തെ ചുംബിച്ചു നിൽക്കുന്ന സമുന്നതങ്ങളായിരിക്കുന്ന പർവ്വതശിഖരങ്ങളെ എനിക്ക് കാണണം. അതേപോലെ തന്നെ തടാകങ്ങളെ എനിക്ക് കാണണം. കാട്ടുപൊയ്കകളെ എനിക്ക് കാണണം. വലിയ വലിയ തടാകങ്ങളെയും അല്ലയോ രാമ എനിക്ക് കാണണം. എങ്ങനെ ഭയമില്ലാതെ കണ്ട്, ഈ കാനന സൗന്ദര്യം മുഴുവൻ ഭയമില്ലാതെ കണ്ട് എനിക്ക് ആസ്വദിക്കണം. അല്ലയോ രാമ, നിന്റെ സുരക്ഷയിലാണ് ഞാൻ ഈ കാടിന്റെ സൗന്ദര്യത്തെ ആസ്വദിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. ആ കാട് എങ്ങനെയുള്ളത്? ഹംസകാരണ്ടവാകിരണ പത്മിനി സാധുപുഷ്പിത. ആ കാട് താമരപ്പൊയ്കളെ കൊണ്ട് നിറഞ്ഞതാണ്. ആ താമരപ്പൊയ്കളിലാണെങ്കിലോ പത്മിനി, താമരപ്പൊയ്ക. ആ താമരപ്പൊയ്കയെല്ലാം വളരെ മനോഹരങ്ങളായ പുഷ്പങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ്. നല്ല ഉത്സാഹത്തോടു കൂടിയിട്ട് താമരപ്പൂക്കള് അതിനകത്ത് നിറഞ്ഞ് വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. ആ താമരപ്പൊയ്കയിലെ ഹംസങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് വന്ന് പറന്നിറങ്ങുന്നു. അതേപോലെ തന്നെ വലിയ കൊക്കുകള്, കാരണ്ടങ്ങള് ഒക്കെ വന്ന് പറന്നിറങ്ങുന്നു. അവ ആ താമരപ്പൊയ്കയിൽ നീന്തി നടക്കുന്നു, വിഹരിച്ച് നടക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്കയിൽ നിന്നിട്ട് പറന്നുയർന്ന് വീണ്ടും പൊയ്കയിൽ അപ്പുറത്ത് ചെന്നിറങ്ങുന്നു. അങ്ങനെ അവയുടെ ശബ്ദം കൊണ്ട് നാദിതമായിരിക്കും ആ അന്തരീക്ഷം. അങ്ങനെയുള്ളതായ ആ പൊയ്കകളെയെല്ലാം കണ്ടുകൊണ്ട് ഇച്ഛേയം സുഖിനീ ദ്രഷ്ടും, അങ്ങനെ സുഖിനിയായി സുഖത്തോടു കൂടിയവളായിട്ട് ഇങ്ങനെയുള്ള തടാകങ്ങളെ കാണാൻ, ആ പക്ഷികൾ വിഹരിച്ചു നടക്കുന്ന കാണാൻ, ആ താമരപ്പൊയ്കകളിലെ മനോഹരങ്ങളായിരിക്കുന്ന ആ പുഷ്പങ്ങളെ കാണാൻ അല്ലയോ വീര ഞാൻ ആഗ്രഹിക്കുന്നു. ത്വയാ വീരേണ സംഗത, നിന്നോടൊപ്പം വീര, നിന്നോടൊപ്പം ഈ താമരപ്പൊയ്കകളെല്ലാം കാണാൻ, അതിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലയോ രാമ, ഈ പൊയ്കകളിൽ ഞാൻ കുളിക്കും. അഭിഷേകം കരിഷ്യാമി താസു നിത്യം അനുവ്രത. അങ്ങേ പിന്തുടർന്നുകൊണ്ട് ഞാൻ ഈ പൊയ്കകളിലേക്ക് വരും. ആ പൊയ്കകളില് ഞാൻ കുളിക്കും. ഈ താമരപ്പൊയ്കകളിലാണ് ഞാൻ കുളിക്കുക. അല്ലയോ ശ്രീരാമ, സഹത്വയ വിശാലാക്ഷ രംസി പരമനന്ദിനി, നിന്നോടൊപ്പം അല്ലയോ വലിയ കണ്ണുകളോടുകൂടിയവനെ, മനോഹരമായ കണ്ണുകളോടുകൂടിയവനെ, അല്ലയോ രാമ, സുന്ദരനായ രാമ, നിന്നോടൊപ്പം അങ്ങേറ്റം ആനന്ദിക്കുന്നവളായിട്ട്, പരമമായ ആനന്ദത്തെ അനുഭവിക്കുന്നവളായിട്ട് അല്ലയോ രാമ ഞാൻ ആ കാടുകളില് സന്തോഷിക്കും.
അല്ലയോ രാമ, നിന്നെ കൂടാതെ എനിക്ക് ഒരിടത്തും പാർക്കുക സാധ്യമല്ല. നീ ഉണ്ടെങ്കിൽ ഏത് സ്ഥലവും എനിക്ക് സ്വർഗത്തെക്കാളും മനോഹരമാണ്. ത്വയാവിന നരവ്യാഖ സ്വർഗേ വിച വിനാവാസോ ഭവിതായതി രാഘവ. അല്ലയോ രാമ, എനിക്ക് ഒരുപക്ഷെ നിന്നെ കൂടാതെ സ്വർഗത്തിൽ വസിക്കേണ്ട ഒരു സാഹചര്യം വന്നാലോ? അല്ലയോ രാമ, അത് ഒരിക്കലും എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല. നാഹം തദവിരോചയേ. അങ്ങനെ നിന്നെ കൂടാതെയുള്ള സ്വർഗവാസം പോലും എനിക്ക് ഇഷ്ടമല്ല, ഞാനത് സ്വീകരിക്കില്ല എന്നറിഞ്ഞുകൊള്ളുക. ഞാനിത് അങ്ങയോടൊപ്പം പുറപ്പെട്ടു കഴിഞ്ഞു. ഇനി രാമൻ പ്രത്യേകിച്ച് സീതയ്ക്ക് അനുവാദം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. സീത ഉറപ്പായിട്ട് രാമനോട് പറഞ്ഞു. അങ്ങനെ 27ാമത്തെ സർഗത്തില് കുടുംബിനിയുടെ ധർമ്മം, പത്നിയുടെ ധർമ്മം, അതിൻ്റെ കൂടെ തന്നെ ഭർത്താവിന്റെ ധർമ്മവും പതിയുടെ ധർമ്മവും അത് അതിനകത്തുണ്ട്. വിശദീകരിച്ചുകൊണ്ട് ഞാനിതാ നിന്നോടൊപ്പം പുറപ്പെട്ടു എന്ന് സീത രാമനോട് പറയുന്നു. ഇതാ